ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി എന്താണെന്ന് അറിയേണ്ടത്? ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നോമ്പ് കാലം, അതുകൊണ്ട് തന്നെ മീനിൻ്റെ പ്രാധാന്യം. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? വേനൽക്കാലം, നല്ല ചൂട്. അപ്പോൾ ചൂടിനെ ശമിപ്പിക്കുക, അതും ഒരു ആവശ്യമല്ലേ. അപ്പോൾ വയറിനകത്തൊരു കൂളിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തണുപ്പ് കിട്ടുന്ന ഒരു വിഭവം. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ നല്ല എരിവുള്ളൊരു മീൻ മുളകോശ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ വേണ്ടത്? നല്ല മധുരമുള്ള ഒരു തണുത്ത കാര്യം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സ്പെഷ്യലായിട്ടൊരു കോഫിയാണ് തയ്യാറാക്കുന്നത്. ഇത് കോഫി എന്നൊന്നും പറയരുത്. കാര്യം എന്താ വെച്ചാൽ കോഫി ഓൺ ദ റോക്സ് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അതങ്ങനെയാണ്. ഇതെങ്ങനെയാണ് കോഫി ഓൺ ദ റോക്സ് ചെയ്യുന്നതെന്ന് കാണണ്ടേ? വളരെ എളുപ്പം. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഫി ഓൺ ദ റോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഓൺ ദ റോക്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ കോഫി ഓൺ ദ റോക്സ് എന്താണ്? അടുപ്പ് കത്തിക്കുക, എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച് കോഫി തയ്യാറാക്കാം. ഒരു 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം വരുത്താം, എങ്കിലും ഒരു ആവറേജ് മധുരം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 കപ്പ് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എത്ര സ്ട്രോങ് കോഫി വേണം അതനുസരിച്ചിട്ടാണ് കോഫി പൗഡർ ചേർക്കുക. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എൻ്റെ കയ്യിൽ റെഡിയാണ്. ഞാൻ 2 ടീസ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ. നിങ്ങൾക്ക് 3 ടീസ്പൂൺ വേണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എത്ര കോഫി എഡിക്റ്റാണ്, കോഫിയുടെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് ചേർക്കുക. എന്തായാലും വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമ്മളുടെ 3 കപ്പ് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു തുടങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 3 ടീസ്പൂൺ വേണമെങ്കിൽ ഇടാം, 2 ടീസ്പൂൺ ഇടാം, അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ. എന്തായാലും നമുക്ക് 2 ടീസ്പൂൺ നല്ല നിറച്ച് കോഫി പൗഡർ തീ ഓഫ് ചെയ്യാം. 2 ടീസ്പൂൺ. അപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ 2 നല്ല കോഫിയുടെ മണം. ഒരു കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത്. കാര്യം നല്ല ഒരു സ്ട്രോങ് കോഫിയുടെ മണം, കോഫി ഫ്ലേവർ. അപ്പോൾ സംഗതി റെഡിയായി. നമ്മുടെ നല്ല കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഇത് നമ്മളുടെ കോഫി ഓൺ ദ റോക്സ് ആണ്. ആവശ്യത്തിന് മധുരം എൻ്റെ ഒരു പാകത്തിന് 3 ടേബിൾ സ്പൂൺ മതി എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഇനി നമ്മൾ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഒരു മോൾഡ്, ഫ്രീസറിലുണ്ടാവുമല്ലോ ഐസ് ക്യൂബിൻ്റെ മോൾഡ്, അതെടുത്തിട്ട് അതിനകത്തേക്ക് ഈ തയ്യാറാക്കിയ കോഫി ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 ട്രേ നിറച്ചുണ്ടാവും, അല്ലെങ്കിൽ ഒരു 1.5 ട്രേ. നല്ല ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 1.5 ട്രേ, അല്ലെങ്കിൽ ഒരു ഹാഫ് സൈസ് ആണെങ്കിൽ 2 ട്രേസ്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ്. എന്നിട്ടൊന്ന് കൂളായിട്ട്, ഇതിപ്പോൾ ഞാൻ ചൂടോടെ കാണിച്ചു എന്നേ ഉള്ളൂ. കോഫി ഒരല്പം ഒന്ന് തണുത്തിട്ട് ഒഴിച്ചു വയ്ക്കുക ട്രേയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ തന്നെ വയ്ക്കുക. ഫ്രീസറിൽ വെച്ച് നല്ല ഐസ് ക്യൂബ്സ് ആക്കി മാറ്റുക. അപ്പോൾ കോഫി ക്യൂബ്സായി മാറും നമ്മളുടെ ഇൻസ്റ്റൻറ്റ് കോഫി. അപ്പോൾ ഇത് നമ്മൾ കോഫി ക്യൂബ്സ് ആകാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റും ഒരല്പം തണുത്ത ശേഷം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് കോഫി ഓൺ ദ റോക്സ്. അപ്പോൾ റോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ടായി. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിങ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്. ഏതാണ്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആകാം. അതും അതിലേക്ക് ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതും കൂടി ചേർക്കുക. ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി എന്തൊരു കോമ്പിനേഷൻ ആണെന്നറിയോ? ഭയങ്കര സ്വാദാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ക്രീമും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. അത് രണ്ടും കൂടി ആദ്യം ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക്
നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല തണുത്ത പാല്, ഇത് പശുവും പാല്, സാധാരണ പാല് 1/2 ലിറ്റർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിൽഡ് മിൽക്കാണ്. ഫ്രഷ് ക്രീമും നല്ല തണുത്തതാണ്, പിന്നെന്താ പാലും നല്ല ചിൽഡാണ്. ഇത് 1/2 ലിറ്റർ, അത് കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിക്കും. ഏതാണ്ട് 1 കപ്പോളം പാല് ചേർത്ത് കഴിയും. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ല കുറുകിയ എന്നാൽ നല്ല കൊഴുപ്പുള്ള ഒരു കൺസിസ്റ്റൻസി. ഇതാണ് നമ്മളുടെ കോഫി ഓൺ ദ റോക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവ. ഇനി നമുക്ക് നമ്മളുടെ കോഫി ക്യൂബ്സ് റെഡിയായോ നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് നമ്മളത് ആ വിഭവമാക്കി മാറ്റുന്നത് കാണാം. അപ്പോൾ നമ്മളുടെ കോഫി ക്യൂബ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ഹാർഡായി ക്യൂബ്സ്, നല്ല ഐസ് ക്യൂബ് പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഡിമോൾഡ് ചെയ്യണം. ഇങ്ങനത്തെ കഷ്ണമായി മാറിക്കഴിഞ്ഞു കോഫി. ഇനി നമ്മുടെ നല്ല ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മളുടെ കോഫി ക്യൂബ്സ് എല്ലാം തന്നെ ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നിറച്ചിടാം. നമുക്ക് നമ്മുടെ ഓൺ ദ റോക്സ് തുടങ്ങുകയാണ്. കോഫി ഓൺ ദ റോക്സ് ആവശ്യാനുസരണം ഫിൽ ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ മിശ്രിതം അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ലോ സ്ട്രീമിലാണ് ഞാനിങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിക്കുവാണ്. അതാണ് അതിൻ്റെ ഒരു സുഖം. കാണാനും നമുക്ക് ചെയ്യുന്ന ആളുടെ ഒരു സന്തോഷവും അത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഗ്ലാസ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ കുടിക്കുന്ന ആൾ ഇതിങ്ങനെ കുറേശ്ശെ സിപ്പ് ചെയ്താണ് കുടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കോഫി കുറേശ്ശെ അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കോഫിയുടെ കോൺസെൻട്രേഷൻ കൂടി വരും. അപ്പോൾ ആദ്യത്തെ ഒരു സ്വീറ്റ്നെസ് പറഞ്ഞ് നല്ല കറക്റ്റ് മധുരം ഇങ്ങനെ പിന്നെ കോഫി സ്ട്രോങ്ങർ ആയിക്കൊണ്ട് ഇരിക്കും. പക്ഷേ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നല്ല മധുരവും തണുപ്പും കോഫി ഫ്ലേവറും എല്ലാം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അലിയിച്ചിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ചൂട് സമയത്ത്. എന്നാലും അതാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, കോഫി ഓൺ ദ റോക്സ്. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണെന്ന്? വളരെ സിമ്പിൾ. അപ്പോൾ കുറച്ച് കോഫി ക്യൂബ്സ് റെഡിയാക്കി വെക്കുക, ഇതുപോലെ കുറച്ച് പാൽ മിശ്രിതവും റെഡിയാക്കി വെക്കുക. അപ്പോൾ രണ്ടും തണുപ്പിച്ച് വയ്ക്കുക ആവശ്യത്തിന്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ നല്ല വെയിലത്ത് നിന്ന് വരുന്നു, അപ്പോൾ എന്താണ് നല്ല പെട്ടെന്ന് എന്തെങ്കിലും കൂളായിട്ട് കഴിക്കണം എന്ന് തോന്നുന്നു, ഒരു കോഫി കുടിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ കോഫി ഫ്ലേവറുള്ള ഒരു കോഫി ഓൺ ദ റോക്സ് കഴിക്കും. മതിയായല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ കോഫി ഓൺ ദ റോക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചൂട് സമയത്തേക്ക് പറ്റിയ ഒരു കോഫി ഫ്ലേവേർഡ് ഡ്രിങ്കാണ്. എന്തായാലും ഇഷ്ടപ്പെടും, പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു മീൻ മുളകോശ്യമാണ് നമ്മൾ അയല കൊണ്ട് തയ്യാറാക്കിയത്. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു കോഫി ഡ്രിങ്ക്, നമ്മളുടെ കോഫി ഓൺ ദ റോക്സ്. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.